വയനാടും കേരളവും കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്തേക്ക് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ എത്തുമ്പോൾ ചൂരൽമല പതിവിലും തണുത്ത അവസ്ഥയിലായിരുന്നു. മേപ്പാടി ടൗണിൽ നിന്നും 13 കിലോമീറ്റർ അപ്പുറത്തുള്ള ചൂരൽമലയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വഴിയെല്ലാം ഒരു മികച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് കാണിച്ചു തന്നത്. മേപ്പാടി ടൗണിൽ തിരക്ക് വരാതെ നിയന്ത്രിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കാണ് ആദ്യത്തെ സല്യൂട്ട്. അനാവശ്യമായ ആരെയും അങ്ങോട്ട് കടത്തിവിടാതെ അത്യാഹിത വാഹനങ്ങൾക്കെല്ലാം കൃത്യമായി വഴി നൽകുന്ന രക്ഷാപ്രവർത്തകരായ സാധാരണക്കാർ, പോലീസ് സുഹൃത്തുക്കൾ, വാർത്തകൾ അപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർ, ദൂരെ നിന്നും സന്നാഹങ്ങളോടെ എത്തിയിരിക്കുന്ന സൈനികർ, അവരെല്ലാം സഹായിക്കുന്ന ആളുകൾ. സുഹൃത്തായ ജയ TV റിപ്പോർട്ടർക്ക് വേണ്ടിയാണ് ക്യാമറ ഓണാക്കുന്നത്. ആദ്യം എത്തുന്നത് സമീപത്തെ പ്രധാന ആശുപത്രിയായ വിംസിലേക്കായിരുന്നു. ഓരോ ആംബുലൻസും ഇരച്ചെത്തുമ്പോൾ അതിനുള്ളിലെ കാഴ്ച പലതും ഹൃദയഭേദകമായിരുന്നു. ഉറങ്ങാൻ പോയപ്പോൾ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ സന്തോഷത്തോടെ ആയിരുന്നിരിക്കണം. എന്നാൽ അർദ്ധരാത്രി ആദ്യത്തെ ഉരുൾപൊട്ടലിൽ എന്തു സംഭവിക്കുമെന്ന് പോലും അറിയാൻ കഴിയാതെ ഒഴുകി ജീവൻ നഷ്ടപ്പെട്ടവരും പരിക്കുകളോടെ രക്ഷപ്പെട്ടവരും കാണാമറയത്തുള്ളവരും പ്രകൃതിയുടെ പിണങ്ങി തന്നെ നിൽക്കുകയാണ്. സമീപ ജില്ലയായ നീലഗിരിയെ തോൽപ്പിക്കുന്ന തണുപ്പ്, കോടയും പിന്നെ ഇടമുറിയാതെ പെയ്യുന്ന മഴയുമൊക്കെ. സാധാരണ ജനങ്ങളും ഫയർഫോഴ്സും പോലീസും സൈന്യവും ചേർന്ന് കാലാവസ്ഥാ സാഹചര്യങ്ങളെ അതിജീവിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനം തന്നെയാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളം. ഓരോരുത്തരെ പുറത്തെടുക്കുമ്പോഴും അവർ പ്രാർത്ഥിക്കുകയാണ്, ജീവനോടെ കിട്ടണമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ കണ്ട ഓരോ കാഴ്ചയും ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും അവിടെ സന്ദർശിച്ചു കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകളുടെ നിസ്വാർത്ഥ സേവനങ്ങളാണ് ഇനിയുള്ള പ്രതീക്ഷ. ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയുള്ള നിമിഷങ്ങൾ പ്രതീക്ഷകളുടേതാകട്ടെ. നാം ഒറ്റക്കെട്ടാവേണ്ട അടിയന്തര നിമിഷം തന്നെയാണിപ്പോൾ. വന്യമൃഗങ്ങളോടും കാലാവസ്ഥയോടും എന്നും പടവെട്ടുന്ന ഒരു വിഭാഗം വീണ്ടും ജീവന് വേണ്ടിയുള്ള അതിജീവനത്തിലാണ്. പ്രകൃതിയുടെ താണ്ഡവത്തിന് മുന്നിൽ ശാസ്ത്രവും സാങ്കേതികതയും പരാജയപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായതയിലും ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന നല്ലവരായ ആളുകൾ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര. കാലാവസ്ഥ മികച്ചതാവണം, കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഒരുപാട് ആളുകളുടെ ജീവൻ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട്. ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ജീവനുകളെയും നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കണം. ഏവർക്കും നാളെ ശുഭകരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.